ഒരു സൂപ്പർ ക്ലാസിക് മൂവിയാണത്. ദിയക്കുട്ടിയാണ് പാടാനെത്തുന്നത്. ദിയക്കുട്ടി, വെൽക്കം. യെസ്, ദിയക്കുട്ടി ഓൺ സ്റ്റേജ്. അതൊരു സ്പെഷ്യൽ സോങ്ങും ആണ് സായന്തനം. അതെ. ദാസേട്ടന്റെയും ചിത്ര ചേച്ചിന്റെയും വെർഷൻ ഉണ്ട്. രണ്ട് വർഷം ദാസേട്ടനും പാടിയിട്ടുണ്ട്, ചിത്ര ചേച്ചിയും പാടിയിട്ടുണ്ട്. ദിയക്കുട്ടി, എല്ലാരും വെയിറ്റിംഗ് ആണ്. ദിയക്കുട്ടി, എന്തൊക്കെയാ പ്രിപ്പറേഷൻ? ദാസങ്ങളുടെ ബർത്ത്ഡേ സ്പെഷ്യൽ എപ്പിസോഡ് ആണല്ലോ. അപ്പൊ എന്തെങ്കിലും സ്പെഷ്യൽ പ്രിപ്പറേഷൻ ഉണ്ടോ? പിന്നെ ഈ സോങ്ങും എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പാട്ടല്ലേ? ഈ ഫിലിം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ പാട്ട് കിട്ടിയതിന് ശേഷം ഫിലിം കണ്ടു. എനിക്ക് എല്ലാ പാട്ടും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആണോ? സിനിമ ഇഷ്ടപ്പെട്ടു? ആ, സിനിമ ഇഷ്ടപ്പെട്ടു. ദിയക്കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൂപ്പർ സിംഗർ ആണ്. അതെ, താങ്ക് യു. അപ്പൊ ഈ പാട്ടും കൂടി സെലക്ട് ചെയ്തപ്പോ ഞങ്ങളൊക്കെ തീരുമാനിച്ചു ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. അതെ. ബാക്കി ഡീറ്റെയിൽസ് ഒന്ന് കേൾക്കാം, അതിനുശേഷം നമുക്ക് പാട്ടും കേൾക്കാം. മ്യൂസിക് രവീന്ദ്ര മാഷ്, ലിറിസിസ്റ്റ് കൈതപ്രം തിരുമേനി, വർഷം 1992, ഫിലിം കമലദളം. ഓക്കെ. പാടിയത് ദാസേട്ടൻ, ഒരു വർഷം ചിത്ര ചേച്ചി. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. All the best. All the best. താങ്ക് യു. Ah
ആഹാ സൂപ്പർ സൂപ്പർ വെരി നൈസ്. എനിക്ക് തോന്നുന്നു അപ്പൊ അനുപല്ലവി വരുമ്പോ ഹൈ ആവും അല്ലേ? ആ ശ്രുതിയുടെ പ്രശ്നമില്ല തോന്നിയത് ഉണ്ണിയേട്ടാ. ആ. ലിറിക്സിന്റെ കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ടാണ് പ്രശ്നം പറ്റിയത്. പിന്നെ ബ്രത്ത് പ്രോബ്ലം. ബ്രെത്തിന്റെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇതാ മധുചേട്ടനോട് ചോദിച്ചാൽ മതി. അയ്യോ ബ്രെത്ത് കണ്ടുപിടിച്ച ആളാണ്, ശ്വാസം കണ്ടുപിടിച്ച ആളാണ്. ഇത്രയും ശ്വാസമുള്ള ഒരാളെ എനിക്ക് ഇന്ത്യയിൽ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. അയ്യോ എന്റെ ദൈവമേ. ആ ഗംഗെ ഞാൻ പല സ്ഥലത്തും പാടുന്നിട്ട് എനിക്ക് ശ്വാസം മുട്ടിയിട്ടുണ്ട് സത്യം പറഞ്ഞ. അത് തമാശ, അതൊന്ന് പാടിക്കൊടുക്കൂ, അതൊരു ഇൻസ്പിറേഷൻ ആവട്ടെ മോനെ. ഗംഗേ ഉണരും ത്രിപുട കേട്ടു തുയിലുണർന്നു പാടി എന്റെ നടന മണ്ഡപം തുറന്നുവാ. സൂര്യനാളമൊരു സ്വരമഴയുടെ മിഴിമന്ത്ര തീർത്ഥമൊഴുകിയ പുനരിയിൽ അനുരാഗമാർന്ന ശിവശൈല ശൃംഗമുനി നേടി വന്ന പുരുഷാർത്ഥ സാര ശിവ ഗംഗേ. തുടിയിൽ ഉണരും ത്രിപുട കേട്ടു തുയിലുണർന്നു പാടി എന്റെ നടന മണ്ഡപം തുറന്നുവാ. ഗംഗേ ഗംഗേ. നമിച്ചിരിക്കുന്നു. അമ്മേ അതായത് എപ്പോഴും രോമാഞ്ചിഫിക്കേഷൻ ആണ്. എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് മധുവിന്റെ ഈ ഒരു കഴിവുണ്ടല്ലോ, ഇത് തികച്ചും അമാനുഷികമാണ് ശരിക്കും. ഞാൻ അത് വളരെ മനസ്സെന്ന് പറയാം. ഞാൻ എപ്പോ മധു പാടുമ്പോഴും എപ്പോഴും ഞാൻ ആലോചിക്കാം. അല്ല ബ്രെത്ത് കൺട്രോൾ ഒന്ന്, അത് മാത്രല്ല സസ്റ്റെയിൻ ചെയ്യുമ്പോ പിച്ച് നല്ല പിച്ചിങ് മാത്രമല്ല, വിബ്രാറ്റോ ഇല്ല, വിബ്രാറ്റോ ഇല്ല, സ്റ്റഡി ആയി നിൽക്കുന്നു. ആയിട്ടാണ് നോട്ട് അൺഇമാജിനബിൾ. മധു സൂപ്പർമാൻ ആണ്. മോളെ എന്തിനാ ഇത് പറയുന്ന വെച്ചാല്, മോളൊക്കെ ചെറിയ മോളാണ്. ഇപ്പൊ ബ്രെത്തിനെ കുറിച്ച് എന്തുണ്ടെങ്കിലും മധു ചേട്ടനോട് ചോദിക്കുക, മധു അങ്ങൾ പറഞ്ഞുതരും. അത് ഭാവിയിൽ വളരെ ഗുണം ചെയ്യും. അതുകൊണ്ടാണ്, കാരണം ബ്രെത്ത് ആണ് പാട്ട്. സോ യു ഷുഡ് ടേക്ക് ലെസൺസ് ഫ്രം ഹിം. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഈ ഗംഗ എന്നുള്ളത് ഞാൻ ഓപ്പൺ ത്രോട്ടിൽ തന്നെയാണ് ഇത്ര നേരം പാടിയത്. ചിലത് ഇത് നമ്മൾ സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ച് ബ്രെത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഹോൾഡ് ചെയ്യണം. ഉദാഹരണത്തിന് മധുമൊഴിരാതെ നിന്നെ തേടി. ഇപ്പൊ ഞാനിപ്പോ ഓപ്പണായിട്ട് അത് തുറന്നു വിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ശ്വാസം തീരും. ശ്രുതി മധുമൊഴിരാധേ നിന്നെ തേടി ഇത് ഓപ്പൺ ത്രോട്ടിലാണ് ഞാൻ പാടിയത്. ഇത് ഓപ്പൺ ത്രോട്ടാണ്. അത് ഒതുക്കി പാടുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടി നേരം എനിക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അത് 24 to 28 ബാസ് ഒക്കെയാണ് അല്ലേ? അതെ. അപ്പൊ ഞാനിപ്പോ മധുമൊഴിരാധേ നിന്നെ തേടി കുറച്ചും കൂടി സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ബ്രെത്ത് നമ്മൾ ഹോൾഡ് ചെയ്തിട്ട് പതുക്കെ ശബ്ദത്തിന്റെ വോളിയം കുറച്ചിട്ട് പതുക്കെ റിലീസ് ചെയ്യുക. അപ്പൊ കുറച്ചും കൂടി ചിലപ്പോൾ ടൈമിംഗ് കിട്ടും. ഓക്കെ, ഇതൊക്കെ എനിക്ക് അറിയാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ കറക്റ്റ് ആയില്ലേ മീനു? ശ്വാസം കണ്ടുപിടിച്ചു മൂപ്പര കേട്ട് നിൽക്കുന്ന നമുക്ക് തലയിറക്കുണ്ടാവും. ഓക്കെ ദിയക്കുട്ടി, ബെസ്റ്റ് ഓഫ് ലക്ക് ടു യു. ഹാപ്പി ന്യൂ ഇയർ ടു യു. ഹാപ്പി ന്യൂ ഇയർ. ചേച്ചി ദിയക്കുട്ടി, എന്തോ ദിയക്കുട്ടി എന്തോ ഉഷാറല്ല, അവള് ഇങ്ങനെ വാടിപ്പോയി ആള്. ആദ്യമേ തന്നെ യു ഹാവ് എ ബ്യൂട്ടിഫുൾ വോയിസ്. അത് പറയാതിരിക്കാൻ വയ്യ. ഞാൻ ആദ്യമായിട്ടാണ് ദിയക്കുട്ടിയുടെ പാട്ട് കേൾക്കുന്നത്. എനിക്ക് കേട്ടിടത്തോളം ബ്യൂട്ടിഫുൾ വോയിസ്, നല്ല പ്രൊഫഷണൽ ആയിട്ടാണ് ആള് പാടുന്നത്. സോ യു ഹാവ് അമേസിംഗ് പൊട്ടൻഷ്യൽ. ആൻഡ് ഓൾസോ ഇതിപ്പോ ഈ ഇടയ്ക്ക് വന്ന് ഈ ഒരു
ഹിക്കപ്പില്ലേ, എനിക്ക് തോന്നിയ കാര്യം എന്താന്ന് വെച്ചാൽ ബ്രെത്ത് ഒരു ചില പോർഷൻസിന് ബ്രെത്ത് കൺട്രോൾ വിട്ടു പോയായിരുന്നു. പക്ഷെ ആസ് എ ഫോർമർ, ഞാൻ ദിയക്കുട്ടിയുടെ പ്രായത്തിലൊക്കെ റിയാലിറ്റി ഷോ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. എനിക്ക് പറ്റിയിട്ടുണ്ട്, സെയിം സംഭവം എനിക്കും പറ്റിയിട്ടുണ്ട്. പറ്റുന്ന എന്താ സംഭവം എന്ന് വെച്ചാൽ യുവർ വോയിസ് വിൽ ഡ്രൈ അപ്പ്. ആൻഡ് വാട്ട് ഹാപ്പൻസ് ഇസ്, നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ വോയിസ് ഡ്രൈ ആയിട്ട് ക്രാക്ക് വരും. അപ്പൊ എനിക്ക് തോന്നിയത് അതാണ് സംഭവം. സോ ഫസ്റ്റ് ഓഫ് ഓൾ മേക്ക് ഷുവർ നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്തിട്ട് നല്ല വെൽ റെസ്റ്റഡ് ആയിട്ട് നമ്മുടെ ബോഡി ഗുഡ് കണ്ടീഷനിലാവണം നമ്മൾ പാടാൻ വരുമ്പോൾ. രണ്ടാമത്തെ കാര്യം, ബ്രെത്തിന്റെ കാര്യം പറയുമ്പോൾ, ബ്രെത്തൊക്കെ നമ്മൾ സമയമെടുത്ത് പഠിച്ച് എക്സ്പെരിമെന്റ് ചെയ്ത് നമ്മുടെ തന്നെ വോയിസ് മനസ്സിലാക്കി പഠിക്കുന്ന ഒരു സാധനമാണ്. ഓരോരുത്തരുടെ വോയിസ് ഡിഫറെന്റ് ആണ്. യുവർ വോയിസ് ഇസ് യുണീക്ക്, യുവർ വോക്കൽ ബോക്സ് സ്ട്രക്ചർ ഇസ് വെരി ഡിഫറെന്റ്. അപ്പൊ നമ്മുടെ വോയിസിന് വാട്ട് വർക്ക്സ്, എന്ത് ചെയ്യണം, എന്ത് ടെക്നീക്കാണ് ഫോളോ ചെയ്യേണ്ടതെന്ന് അതൊരു പ്രോസസ്സാണ്. അത് നമ്മൾ തന്നെ എക്സ്പെരിമെന്റ് ചെയ്ത് ത്രൂ ദ ഇയേഴ്സ് പഠിച്ച് വരുന്ന ഒരു സംഭവമാണ്. സോ ഐ എം 100% ഷുവർ യു വിൽ ഗെറ്റ് ദെയർ. ഇപ്പോഴേ അല്ലെങ്കിൽ ഞാൻ പ്രൊഫഷണൽ ആയിട്ടാണ് ഇപ്പോഴേ പാടുന്നത്. സോ ഐ എം 100% ഷുവർ യു വിൽ ഗെറ്റ് ദെയർ. ഓൾ ദി വെരി ബെസ്റ്റ്. ദിയക്കുട്ടി, ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് മോൾക്ക് മാർക്സ് കുറയ്ക്കാൻ ഇഷ്ടമല്ല സത്യം പറഞ്ഞാൽ. പക്ഷേ മോൾക്ക് തന്നെ അറിയാം അല്ലേ എന്തൊക്കെയാണ് ഫ്ലാസ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് കുറച്ചേ പറ്റുള്ളൂ. എത്ര കുറയ്ക്കാന്നുള്ളത് മോള് പറയാൻ പറ്റുമോ? 97 ഞങ്ങൾ നിർത്തുന്നില്ല, ഞങ്ങൾ 98.5 കൊണ്ടെത്തിച്ചു. ബിക്കോസ് യു ആർ എ ഗുഡ് സിംഗർ. 98.5 ഔട്ട് ഓഫ് 100. താങ്ക് യു സർ. ദാസങ്ങളുടെ ബർത്ത്ഡേ ആയിട്ട് എന്റെ ഫാമിലിയിലെ കുറച്ച് പേര് വന്നിട്ടുണ്ട്. വെരി ഗുഡ്. ആരൊക്കെയാ വന്നിട്ടുള്ളത്? എന്റെ മുത്തശ്ശിയും നമസ്കാരം, അമ്മമ്മയും അമ്മയുടെ അനിയത്തിയും പിന്നെ 2 ചേട്ടന്മാരും വന്നു. സ്വന്തം ചേട്ടന്മാരെ? കസിൻസാ? അല്ല, കസിൻസ്. പേര് പറയോ എല്ലാവരുടെയും? മുത്തശ്ശിയുടെ പേര് മുത്തശ്ശി അല്ലേ? സുമിത്ര. ഉള്ളാലോ. ശശികല. കണ്ണൂർ തന്നെയാണോ? അല്ല, കോഴിക്കോടാ. ഓ ശരി. നീരജ് എത്രയിലായി? 9th. പാട്ടൊക്കെ പാടുവോ? പാട്ട് പാടും. അപ്പോഴേ സമ്മതിച്ചു. ടോപ്പ് സിംഗറിന്റെ ഓഡീഷനൊക്കെ വന്നിരുന്നോ? അത് ശരി. എന്നിട്ട് എത്ര പ്രാവശ്യം വന്നു ഓഡീഷന്? ഒരു തവണ? 2 തവണ. ഓക്കെ. എന്നിട്ട് കിട്ടിയില്ല. ഇപ്പൊ എത്രയിലായി? ഞാൻ 9th. ഓ, അപ്പൊ സമയം കഴിയാറായി. അതെ. എന്റെ പേര് നിവേദ്. മുൻ പാട്ട് പാടുവോ? അദ്ദേഹത്തിന്റെ ചേട്ടനാണ്. ആണോ? ഓക്കെ. ചേച്ചിയുടെ പേര്? അനിത. ഓക്കെ. അപ്പൊ നീരജ് ഇവിടെ 2 പ്രാവശ്യം വന്ന് പോയതല്ലേ, തിരിച്ചു പോയതല്ലേ ഓഡീഷൻ വന്നിട്ട്? ഒരു 4 ലൈൻ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പാടൂ. സ്റ്റേജിലേക്ക് അങ്ങോട്ട് പൊക്കോളൂ. ഏത് പാട്ടാ പറഞ്ഞേ? ഉല്ലാസപൂത്തിരി. അതും ദാസേട്ടനായിക്കോട്ടെ. എന്നാ ദാസേട്ടന് ഒരു സമർപ്പണം. പാട്ട് തുടങ്ങണതിന് മുമ്പ് ഇങ്ങനെ അടിച്ച് പൊക്കുറ്റിയാൽ ഇങ്ങനെ ഒരു ആക്ഷൻ അതെ. ചെറിയ സ്റ്റെപ്സ് ഒക്കെ ഇതൊക്കെ സ്റ്റൈലൊക്കെ ഉണ്ട്. നന്നായിരുന്നു മോനെ. അതെ, നന്നായിട്ട് പാടി. അപ്പൊ ദിയക്കുട്ടി ചേട്ടാ, ഓൾ ദി ബെസ്റ്റ്. ഹാപ്പി ന്യൂ ഇയർ കേട്ടോ രണ്ടുപേർക്കും. ബൈ. ഹാപ്പി ന്യൂ ഇയർ. ബൈ.